आप कैसे हो? ठीक है ना? हाँ, ओके। पिछले ऑनलाइन कक्षा में किसके बारे में बताया, किस पाठ के बारे में बताया? बोलिए। पक्षी और दीमगे, पक्षी और दीमगे के बारे में बताया। पक्षी और दीमगे किस प्रोक्ति है बताइए, किस प्रोक्ति है? ഏത് വിഭാഗമാണ് ആ പാഠഭാഗം? यस, कहानी। ले कहानी का कहानीकार कौन है? कहानी का कहानीकार कौन है? बोलिए। कहानी का मुक्तिबोध है। मुक्तिबोध का पूरा नाम क्या रहा? गजानन माधव मुक्तिबोध। गजानन माधव मुक्तिबोध है। ओके, मुक्तिबोध का लिखी हुई एक कहानी है पक्षी और दीमगे। दीमग का मतलब बताइए। दीमगे यस, റൈറ്റ് ഹാൻഡ് ചിതലാണ് ദീമക് അല്ലേ? ദീമക് ചിതൽ. ഓക്കെ, ഏതുവരെ പറഞ്ഞു ലാസ്റ്റ്? കഴിഞ്ഞ ക്ലാസ്സിലെ പേജ് നമ്പർ 19 അല്ലേ? പേജ് നമ്പർ 19 दोनों को सौदा कर दिया अല്ലേ? दोनों को सौदा तय किया. രണ്ടുപേരും എന്ത് ചെയ്തു? സൗദ തൈ होता है. സൗദ വചന ഒരു വ്യാപാരം അല്ലേ? സൗദാന വ്യാപാരം, കച്ചവടം അല്ലേ? കച്ചവടം ഉറപ്പിച്ചു അല്ലേ? ओके, എന്നിട്ട് പക്ഷി എന്ത് ചെയ്തു? अपनी चोंचों से एक पर खींच कर ले, पर का मतलब क्या था? पर पंग ले, पंग തൂവലുകൾ അല്ലേ? അതിന്റെ കൊക്കുകൾ കൊണ്ട് എന്ത് ചെയ്തു? അതിന്റെ ഒരു തൂവലുകൾ എന്ത് ചെയ്തു? കടിച്ചു പറിച്ചിട്ട് എന്ത് ചെയ്തു? വളരെ പ്രയാസപ്പെട്ടു അല്ലേ? പക്ഷെ എന്താണ് അത് എന്ത് ചെയ്തു? എല്ലാം സഹിച്ചു അല്ലേ? അത് എല്ലാം സഹിച്ചു, എല്ലാ വേദനകളും സഹിച്ചു അല്ലേ? എന്താണ് വേദനയൊക്കെ സഹിക്കാൻ കാരണം? അതിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് ചിതല് തിന്നണം അല്ലേ? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അത് കഴിച്ചു അല്ലേ? വളരെ വായിൽ എന്ത് ചെയ്തു? വളരെ സ്വതോട് കൂടെ എന്ത് ചെയ്തു? ചിതലിനെ കടിച്ചു പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അത് മുകളിലോട്ട് പറന്നു പോയി. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ? ആർക്കും ഡൗട്ടില്ലല്ല? എനി ഡൗട്ട്? ओके, नेक्स्ट देखो. अब उस पक्षी को गाड़ी वाला से 2 दीमगे खरीदने और एक पर देने में बड़ी आसानी मालूम हुई. वह रोज तीसरे पहर नीचे उतरता और गाड़ी वाले को एक पंग देकर 2 दीमगों खरीद लेता. कुछ दिनों तक ऐसा ही चलता रहा. एक दिन उसके पिता ने देख लिया. उसने समझाने की कोशिश की कि बेटे, दीमगों हमारा स्वाभाविक आहार नहीं है और उनके लिए अपने पंख तो अर्गिस नहीं दिए जा सकते. ओके, देखिए. अब उस पक्षी को गाड़ी वाला से 2 दीमगों खरीदना. अब ले ഇപ്പോൾ തൊട്ടിട്ട് എന്ത് ചെയ്യുന്നു? उस पक्षी को उस चिड़िया को चिड़िया का किसका खाने का बहुत शौक था? किस खाने का? दीमगों खाने का ले. ചിതലിനെ കഴിക്കാൻ അതിന് വളരെ എന്താണ്? ഭയങ്കര പ്രിയമാണ്, ഇഷ്ടമാണ് അല്ലേ? അതാണ് പറയുന്നത്. उस पक्षी को गाड़ी वाला से गाड़ी वाला किस गाड़ी वाला? किस गाड़ी? बैलगाड़ी ले. बैलगाड़ी वाला से 2 दीमगों खरीदने. 2 दीमगों ले, 2 पैटान ले, 2 ചിതലുകൾ എന്ത് ചെയ്യുന്നു? വാങ്ങിക്കുക. और एक पर देना ले, 2 ചിതലുകൾക്ക് എന്ത് ചെയ്യുന്നു? एक पर देना, ഒരു ഫെദർ അല്ലേ? ഒരു തൂവൽ നൽകുക എന്നുള്ളത് എന്ത് ചെയ്യുന്നു? बड़ी आसानी मालूम हुई ले. बड़ी आसानी मालूम हुई. ഭയങ്കര ഈസി ആയിട്ടാണ് അത് മനസ്സിലാക്കിയത് അല്ലേ? അത് ഭയങ്കര ഈസി ആയിട്ട് മനസ്സിലാക്കി. वह रोज तीसरे पहर नीचे उतरता और गाड़ी वाले को एक पंख देकर 2 दीमगों खरीद देता. वह अदे रोज का मतलब रोज डेली, नित्यम, ऑलवेज ले, എല്ലാ ദിവസവും എന്ത് ചെയ്തു? तीसरे पहर മൂന്നാം യാമത്തിൽ എന്ത് ചെയ്തു? तीसरे पहर മൂന്നാം യാമത്തിൽ नीचे उतरता. नीचे उतरता, तायेक इറങ്ങി वरिക ले. चिड़िया एक पेड़ पर, एक ऊपर से उड़ता है. उसके इसी स्थान पर एक नीचे उतरकर ले, ताये ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു? उतरता. और गाड़ी वाले को ताये ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു? गाड़ी वाला को വണ്ടിക്കാരനോട് എന്ത് ചെയ്തു? വണ്ടിക്കാരനെ एक पंख देकर ले, ഒരു ഫെദർ ले, ഒരു തൂവൽ നൽകിയിട്ട് എന്ത് ചെയ്തു? 2 दीमगों खरीद लेता. 2 दीमगों खरीद लेता. 2 ചിതലുകളെ വാങ്ങി അല്ലേ? ഒരു തൂവല് കൊടുത്തിട്ട് 2 ചിതലുകളെ വാങ്ങി. कुछ दिनों तक ऐसा ही चलता रहा.
അല്ലെ കുച്ച് ദിനോത്തൊക്കെ ഏശായി ചൽത്താരഹ കുച്ച് ദിനോത്തൊക്കെ അല്ലെ കുറച്ച് ദിവസം വരെ കുച്ച് ദിനോ അല്ലെ കുറച്ച് ദിവസങ്ങൾ വരെ അല്ലെ ഇപ്പൊ കുറേ ദിവസത്തിനൊന്നും കൊടുക്കാനുണ്ടാവില്ല. പക്ഷിയെ നമുക്ക് ഒരു കുറേ ദിവസമൊന്നും കൊടുക്കാനില്ല ഒരു ചെറിയ പക്ഷിയാണെങ്കിൽ അല്ലെ. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത് കുച്ച് ദിനോത്തൊക്കെ ഏശായി ചൽത്താരഹ അല്ലെ കുറച്ച് ദിവസം വരെ എന്ത് ചെയ്തു ഇത് കണ്ടിന്യൂഷൻ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. एक दिन उसके पिता ने देख लिया एक दिन one day ले ഒരു ദിവസം എന്ത് ചെയ്തു एक दिन ഒരു ദിവസം എന്ത് ചെയ്തു उसके पिता ने देख लिया उसके पिता ने किसका पिता आपके पिता है ना नहीं नहीं चिड़िया का पिता ले പക്ഷി के पिता പക്ഷിയുടെ അച്ഛൻ എന്ത് ചെയ്തു പിതാനെ देख लिया പക്ഷിയുടെ അച്ഛൻ കണ്ടു അല്ലേ എന്നും തോലെ ഇങ്ങനെ പറിച്ചു കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്തു ഒരു ദിവസം അച്ഛൻ കണ്ടു അല്ലേ അച്ഛൻ കണ്ടു देख लिया उसने समझाने की कोशिश की उसने समझाने की कोशिश पिता ने പക്ഷി को समझाने की कोशिश की അച്ഛൻ എന്ത് ചെയ്തു ആ പക്ഷിയെ എന്ത് ചെയ്തു നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു കോശിഷ് കരി അല്ലേ ശ്രമിച്ചു അല്ലേ പക്ഷിയെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു कोशिश की बेटे ശ്രമിച്ചു की बेटे मगने दीमक को हमारा स्वाभाविक आहार नहीं है दीमक को हमारा स्वाभाविक आहार नहीं है दीमक ചിതലുകൾ എന്തല്ല हमारा स्वाभाविक आहार नहीं है നമ്മുടെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ആഹാരമല്ല അല്ലേ दीमक को हमारा स्वाभाविक आहार नहीं है ചിതലുകൾ നമ്മുടെ ഒരു സ്ഥിരമായിട്ടുള്ള ആഹാരം അല്ല और उनके लिए അതിനു വേണ്ടിയിട്ട് ആ ചിതലിന് വേണ്ടിയിട്ട് उनके लिए दीमकों के लिए ആ ചിതലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തത് അപ്പനെ പങ്കുത്തോ നിന്റെ തൂവലുകൾ അല്ലേ അപ്പനെ പങ്കുത്തോ നിന്റെ തൂവലുകൾ എന്ത് ചെയ്ത് ആർഗീസ് നെഹി ദിയാ ജാ സക്ത ആർഗീസ് ഒരിക്കലും അല്ലേ ഒരിക്കലും എന്ത് ചെയ്യില്ല നെഹി ദിയാ ജാ ശക്തി ഒരിക്കലും നീ നൽകാൻ പാടില്ല നിന്റെ തൂവലുകൾ എന്ത് ചെയ്യില്ല നീ ഒരിക്കലും നൽകാൻ പാടില്ല. അതാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞത്. ഒന്നുകൂടെ വേണമെങ്കിൽ വിശദീകരിക്കാം അല്ലേ. ഒരു ദിവസം എന്ത് ചെയ്തു കാടിവാലനെ കണ്ടു അല്ലേ ദീമോ അല്ലേ രണ്ട് ചിതൽ ഒരു തൂവല് കൊടുത്തിട്ട് പക്ഷി എന്ത് ചെയ്തു രണ്ട് ചിതലുകളെ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അല്ലേ. അത് എന്ത് ചെയ്തു വളരെ ഈസി ആസാനി ഈസി അല്ലേ വളരെ എളുപ്പമായിട്ടാണ് നമ്മുടെ പക്ഷി മനസ്സിലാക്കിയത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു അത് മൂന്നാം യാമത്തിൽ തന്നെ മൂന്നാം യാമത്തിൽ തന്നെ എന്ത് ചെയ്തു അത് താഴെ ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്തു കാടിവാലയ്ക്ക് വണ്ടിക്കാരൻ എന്ത് ചെയ്തു ഒരു തൂവല് കൊടുത്തിട്ട് എന്ത് ചെയ്യും രണ്ട് ചിതലുകളെ വാങ്ങും. അതിങ്ങനെ സ്ഥിരമായിട്ട് എന്ത് ചെയ്തു അതിൻ്റെ ഒരു പ്രവണതയായിട്ട് മാറ്റില്ലേ. നല്ല രസമുണ്ടല്ലേ. മറ്റെന്താണ് ഒന്ന് പറന്ന് നടന്ന് അവിടെ ഇവിടേക്ക് ഒന്ന് സെർച്ച് ചെയ്യേണ്ടി വരും തീറ്റയ്ക്ക് വേണ്ടിയിട്ട്. ഇന്നെന്തല്ല ആ ഗാഡിവാലയെ മാത്രം ആശ്രയിച്ചിട്ട് ഇങ്ങനെ നിന്നാൽ എന്ത് ചെയ്യും നന്നായിട്ട് ഇങ്ങനെ ഫുഡ് കിട്ടും അല്ലേ. അത് പക്ഷി വിചാരിച്ചു അതാണ് നല്ല എളുപ്പം എന്ന് അല്ലേ. പക്ഷെ എന്താണ് അതൊരിക്കലും എന്ത് ചെയ്യില്ല കൂടുതൽ നാൾ നിലനിൽക്കൂല അല്ലെ. അപ്പൊ നമ്മളെന്നെ അല്ലെ ജോലിക്ക് പോവാതെ നമ്മുടെ അയൽവക്കത്ത് നിന്ന് ആരെങ്കിലൊക്കെ കൊണ്ടുവന്ന് വരുന്ന ഇങ്ങനെ തിന്ന് നിൽക്കണില്ല. ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കൊണ്ടുവന്ന് തരും അല്ലെ. പിന്നെന്താണ് അവനക്കൊരു അസുഖമില്ലല്ല ജോലിക്ക് പോയിക്കൂടെ എന്നുള്ള രീതിയിൽ അവർ ഒന്നും കൊണ്ടുവന്ന് തരില്ല. അതേ ഒരു അവസ്ഥയാണ് ഇവിടെ പക്ഷിയുടെ. പക്ഷിക്ക് എന്താണ് പറന്ന് ഉല്ലസിച്ച് എല്ലാ ഭാഗങ്ങളും നടന്നിട്ട് എന്ത് ചെയ്യും ഫുഡിന്ന് സെർച്ച് ചെയ്യേണ്ടി വരും അല്ലെ. അത് അതിന് അലസത മടി അല്ലെ മടിയാക്കി മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു ആ വണ്ടിക്കാരനെ മാത്രം എന്ത് ചെയ്തു നിന്നു അല്ലെ. അതും എന്താണ് തൻ്റെ നിലനിൽപ്പ് വരെ അത് ചിന്തിച്ചില്ല അല്ലെ. തൂവലിങ്ങനെ ഡയറി കൊടുത്താൽ അതിന് തൂവലുകൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ എന്ത് ചെയ്തു അതാണ് എളുപ്പം ഈസി എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു ആ രീതിയിലാണ് അത് പക്ഷി ചെയ്തത്. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എന്താണ് അങ്ങനെ എന്ത് ചെയ്യുന്നു കുറച്ച് ദിവസം എന്ത് ചെയ്തു ഇത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. എന്ത് പറയൂ ഓക്കെ ഒരു തൂവല് കൊടുക്കുക രണ്ട് ചിതല് വാങ്ങുക ഒരു തൂവല് കൊടുക്കുക രണ്ട് ചിതല് വാങ്ങുക അങ്ങനെ അങ്ങനെ ദിവസങ്ങളോളം അങ്ങനെ നീണ്ടു നിന്നു അല്ലേ. അങ്ങനെ എന്ത് ചെയ്തു ഒരു ദിവസം അല്ല പക്ഷിയുടെ അച്ഛൻ കണ്ടു അല്ലേ ഫാദർ അല്ലേ. നമ്മളൊക്കെ എന്താണ് ആരാണ് നമ്മൾ ഉപദേശിക്കുക നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ നമ്മളെ അച്ഛനമ്മമാർ ഉപദേശിക്കും അല്ലെ ഉപ്പയും ഉപദേശിക്കും. അതുപോലെ എന്ത് ചെയ്തു ഈ പക്ഷി ഇങ്ങനെ തൂവല് കൊടുക്കുന്ന ഒരു ദിവസം ആര് കണ്ടു പക്ഷിയുടെ അച്ഛൻ കണ്ടു അല്ലെ. ആ ചിടയുടെ ഫാദർ കണ്ടു അല്ലെ പിതാട്ടേക്ക അല്ലെ കണ്ടു. അപ്പൊ എന്ത് ചെയ്തു എന്ത് ചെയ്തു ആ പക്ഷിയെ മനസ്സിലാക്കിച്ചു അല്ലെ മകനെ ചിതലുകൾ എന്തല്ല നമ്മുടെ ഒരു സ്വാഭാവിക ആഹാരമല്ല. ചിതലുകൾ എന്തല്ല നമ്മുടെ ഒരു സ്ഥിരം ആഹാരമല്ല അല്ലെ. ആ രീതിയിൽ മനസ്സിലാക്കിയില്ലേ. ഇപ്പൊ നമ്മള് വീട്ടിൽ അല്ലെ വീട്ടിൽ നിന്ന് ഇന്ന് എനിക്ക് ഹോട്ടലിൽ നിന്ന് പാർസൽ ബിരിയാണി വേണമെന്ന് പറഞ്ഞു അല്ലെ. സ്വാഭാവികമാണ് ചിലപ്പോൾ ഒരു ദിവസം പറയുമ്പോൾ വീട്ടിൽ വാങ്ങിച്ചു തരും അല്ലെ. ഡെയിലി എന്താണ് എനിക്ക് ബിരിയാണി തന്നെ വേണം പറഞ്ഞാൽ എന്താണ് അത് നടക്കൂല. അതുപോലെ എന്താണ് അച്ഛൻ പറഞ്ഞു
അല്ലേ? എന്ത് ചിതൽ നമ്മുടെ സ്വാഭാവിക ആഹാരമല്ല അല്ലേ? ബിരിയാണി എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് കഴിക്കുന്നതല്ല, സാധാ റൈസാണ് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഫുഡ്. അതുപോലെ എന്ത് ചെയ്തു, അച്ഛന് പക്ഷിക്ക് പറഞ്ഞു കൊടുത്തു, ചിതൽ എന്തല്ല, നമ്മുടെ സ്വാഭാവിക ആഹാരമല്ല അല്ലേ? അതുകൊണ്ട് എന്താണ് ആഹാരമല്ല, അതിന് വേണ്ടിയിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മളെ തൂവലുകൾ എന്ത് ചെയ്യരുത്, കൊടുക്കരുത് എന്നുള്ള രീതിയിൽ അച്ഛൻ എന്ത് ചെയ്തു, അതിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ആരെ ചിടിയെ അല്ലേ? ആ തൂവല് കൊടുക്കുന്ന തൻ്റെ മകനായിട്ടുള്ള ആ പക്ഷി എന്ത് ചെയ്തു, തൻ്റെ അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ചിതലുകൾ എന്തല്ല, നമ്മുടെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഫുഡല്ല. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, നമ്മുടെ തൂവലുകൾ ഒരിക്കലും നീ എന്ത് ചെയ്യരുത്, നശിപ്പിക്കരുത് അല്ലേ? സ്ഥിരമായിട്ടുള്ളൊരു നമ്മൾക്ക് എന്താണ് തൂവലുകൾ വേണം പറക്കാൻ അല്ലേ? അതുകൊണ്ട് നീ കൊടുക്കരുത് എന്ന് അച്ഛൻ പറഞ്ഞ് ഉപദേശിച്ചു. ഓക്കെ. लेकिन उस नौजवान पक्षी ने बड़े ही गर्व से अपना मुंह दूसरी ओर कर लिया। उसने जमीन पर उतरकर दीमकों गाने की चढ़ लगी गई। अब उसे न तो दूसरे कीड़े अच्छे लगते, न फल, न अनाज के दाने। दीमकों का शौक अब उस पर हावी हो गया। देखिए पे नंबर 20 लेकिन उस नौजवान पक्षी ने बड़े ही गर्व से अपना मुंह दूसरी ओर कर लिया। लेकिन പക്ഷേ उस नौजवान पक्षी ने ആ യങ്ങായിട്ടുള്ള ചിടിയ അല്ലേ, ആ യങ്ങായിട്ടുള്ള പക്ഷി ചിടി എന്ത് ചെയ്തു, പക്ഷീനെ ബഡേ ഈ ഗർഭസെ ഗർഭസെ വളരെ അഭിമാനത്തോടു കൂടെ, അല്ലെങ്കിൽ ഗർഭ ഇവിടെ അഹങ്കാരം അല്ലേ, ഭയങ്കര ഗർഭ് അല്ലേ, ഗർഭോട് കൂടെ അഹങ്കാരത്തോട് കൂടെ എന്ത് ചെയ്തു, ഗർഭസെ അപ്പന മുഖ് ദൂസരി ഓർ കർ ലിയ, അപ്പന മുഖ് തന്റെ ഫേസ് എന്ത് ചെയ്തു, ദൂസരി ഓർ കർ ലിയ, വേറൊരു ഭാഗത്തേക്ക് തിരിച്ചു. ഭയങ്കര ഇതോടുകൂടെ നമ്മളറിയില്ല ഗെറ്റപ്പ് ഗമ അല്ലേ, നമ്മൾക്ക് എന്താണ് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സ് അല്ലെങ്കിൽ അതുപോലെ നിങ്ങളെ പാരൻസ് ഒക്കെ പറഞ്ഞു തരുമ്പോൾ എന്താണ്, ഒരു വലിയ ആള് എന്നുള്ള ഗമ നമുക്ക് തോന്നും അല്ലേ? അതൊക്കെ വെറുതെ മിഥ്യയാണ് അല്ലേ? അതൊക്കെ എന്താണ് ഒരു ദിവസം 2 ദിവസം നിലനിൽക്കും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കേണ്ടി വരും അല്ലേ? അത് പറഞ്ഞു തന്നത് നല്ലതിനായിരുന്നു എന്ന് ചിന്തിക്കേണ്ടി വരും. അതുപോലെയാണ് എന്ത് ചെയ്യുന്നു, ഇവിടെയും അല്ലേ, ഇവിടെയും കാണുന്നതാണ് അച്ഛൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഭയങ്കര അഹങ്കാരത്തോടു കൂടെ ഗർഭസെ അഹങ്കാരത്തോടു കൂടെ മകനായിട്ടുള്ള പക്ഷി എന്ത് ചെയ്തു, അച്ഛൻ്റെ വാക്കുകൾക്ക് എന്താണ് തീരെ വില കണ്ടില്ല അല്ലേ? തീരെ വില കാണാതെ എന്ത് ചെയ്തു, മുഖം തിരിച്ചു. ഗർഭസെ अपने मुंह दूसरी ओर कर लिया। बड़े ही गर्व से मुंह दूसरी ओर कर लिया अല്ലേ? गर्भसे അഹങ്കാരത്തോടു കൂടെ മുഖം തിരിച്ചു. उसे जमीन पर उतरकर दीमकों गाने की चढ़ लगी। उसे जमीन पर उतरकर ले चिड़िया ने जमीन पर उतरकर, जमीन फ्लोर നിലം അല്ലേ, താഴോട്ട് ഉത്തർന്ന ഇറങ്ങുക അല്ലേ, താഴേക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു, ദീമകോ ഗാനേക്ക് അല്ലേ, ദീമകോ ഗാനേക്ക് ആ ചിതലിനെ കഴിക്കാനുള്ള അല്ലേ, ആ ചിതല് ഇത് തിന്നാനുള്ളതാണ്. ചടിലേക്ക് രീതി ചടിന ഭയങ്കര തിടുക്കം ആർത്തി അല്ലേ, അതിന് ഭയങ്കര ആർത്തി തോന്നിയിട്ട് ഭയങ്കര തിടുക്കത്തോട് കൂടെ എന്ത് ചെയ്തു, ചിതല് കഴിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് ഇറങ്ങി വന്നു അല്ലേ. പക്ഷിയെ സംബന്ധിച്ച് എന്താണ്, താഴോട്ട് ഇങ്ങനെ നടക്കുക എന്നുള്ള അതിൻ്റെ ജീവിതത്തിന് സേഫ്റ്റി അല്ല അല്ലേ. പല പൂച്ചയോ അല്ലേ മറ്റുള്ള ജീവജാലങ്ങളൊക്കെ അതിനെ വേട്ടയാടും അല്ലേ. അതെന്ത് ചെയ്തു, തിടുക്കത്തോടു കൂടെ താഴെ ഇറങ്ങി വന്നു. अब उसे ने तो दूसरे कीड़ा अच्छे लगता। अब ഇപ്പോൾ അല്ലേ ഈ ചിതല് തിന്ന് നമുക്ക് എന്താണ് ചില ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കറില്ല, പിറ്റേ ദിവസം എന്ത് ചെയ്യും, അത് നമുക്ക് തിന്നാൻ നമുക്ക് നല്ല കൊതിയാവും. കാരണം എന്താണ്, അതിന് നല്ല അജിനോമോട്ടോ പോലുള്ള നല്ല വിഷാംശം അതിൽ കയറ്റിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കൂടിയിട്ട് അത് തിന്നാൻ തോന്നാണ് അല്ലേ. ഇവിടെയും അതുപോലെ പക്ഷി എന്ത് ചെയ്യണ്, ആ ചിതലിനെ അല്ലേ കഴിക്കാൻ അല്ലേ, ദൂസരെ കീട അച്ഛനെ ലക്ത, ദൂസരെ കീട അല്ലേ, അതർ കീടങ്ങൾ അല്ലേ, മറ്റുള്ള കീട ചെറിയ പ്രാണികൾ, പ്രാണികൾ അല്ലേ, ദൂസരെ പ്രാണിയോക്കോ അച്ഛനെ ലക്ത, അതിന് നന്നായി തോന്നിയില്ല. ചിതലല്ലാത്ത ചെറിയ ഈച്ചകൾ, ചെറിയ പാറ്റകൾ, അതുപോലുള്ള പ്രാണികൾ എന്ത് ചെയ്തില്ല, ഇന്ന് നമ്മുടെ പക്ഷിക്ക് എന്ത് ചെയ്തില്ല, തീരെ ഇഷ്ടപ്പെട്ടില്ല, കൊള്ളില്ല അല്ലേ, കഴിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. നഫൽ അതുപോലെ എന്താണ്, നഫൽ ഫ്രൂട്ട്സും ഇഷ്ടമില്ല അല്ലേ. നേരത്തെ എന്താണ് മരങ്ങളിൽ പഴുത്ത് നിന്നിരുന്ന എന്താണ് പപ്പയോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റേ ഫ്രൂട്ട്സുകളൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ പോയിട്ട് ഇങ്ങനെ കൊത്തി തിന്നിരുന്നു. ഇന്ന് അതിനോടൊക്കെ പക്ഷിക്ക് വിമുഖത. ഇന്ന് അതിന് എന്ത് വേണം, ഇന്ന് ചിതല് മാത്രം വേണം അല്ലേ. നേരത്തെ ചെറിയ ഈയാമ്പാറ്റകളെയും ചെറിയ പുഴുകളെയും പ്രാണികളെയൊക്കെ തിന്നിരുന്നു. ഇന്നിപ്പോൾ അതൊന്നും അതിന് വേണ്ട.
അതുപോലെ തന്നെ എന്താണ് അനാജിക്ക് ദാനെ അല്ലെ, അനാജ് സീഡ്സ് മറ്റുള്ള വിത്തുകൾ അല്ലെ, മറ്റുള്ള ചെറിയ അല്ലെ, ഇപ്പൊ നമ്മൾ പറയാം പാടങ്ങളിലൊക്കെ തത്തയൊക്കെ കാണാറുണ്ട് അല്ലെ, തത്ത അവിടെ ആ പയർ ചെടികളിലെ പയർ അതുപോലുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിന്നും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എന്തില്ല, മറ്റുള്ള സീഡ്സ് വിത്തുകൾക്കൊന്നും ഇന്ന് ആവശ്യമില്ല. ദീപകോं का शौक अब उस पर हावी हो गया था. ദീപകോं का शौक അല്ലെ, ചിതലുകളോടുള്ള പ്രിയം അല്ലെ, ദീപകോं का शौक അല്ലെ, ചിതലുകളോടുള്ള പ്രിയം എന്ത് ചെയ്യുന്നു, അപ്പൊ ഉസ് पर हावी हो गया था. ഇന്ന് അവനിൽ എന്ത് ചെയ്തു, ഉണ്ടായിക്കൊണ്ട് ആവിയോന അവനിൽ ഉണ്ടാവുക അല്ലെ. ഇന്ന് അവനെന്താണ്, ആ ചിതലുകളോടുള്ള ആ പ്രിയം ഇഷ്ടം മാത്രമാണെന്ന് അവനിങ്ങനെ അവൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുള്ളൂ. മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല, അവനെന്തില്ല, ഇഷ്ടമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, വേണമെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, അതിന്റെ മീനിങ്സ് മാത്രം കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, അച്ഛന് പറഞ്ഞു അല്ലെ, ചിതലുകൾ എന്താണ് നമ്മുടെ സ്വാഭാവിക ആഹാരമല്ല എന്നൊക്കെ പറഞ്ഞാൽ അവൻ എന്ത് ചെയ്തു, അഹങ്കാരത്തോട് കൂടെ എന്ത് ചെയ്തു, അപ്പനെ 3 ദിവസം പോലെ അവന്റെ മുഖം എന്ത് ചെയ്തു, വേറെ ഭാഗത്തേക്ക് അവന് തിരിച്ചു അല്ലെ. അവൻ എന്ത് ചെയ്തു, താഴേക്ക് ഇറങ്ങി വിട്ട് എന്ത് ചെയ്തു, ആ ചിതല് കഴിക്കാൻ ഭയങ്കര തിടുക്കത്തോടു കൂടെ ഇരുന്നു. ഇന്ന് അവൻ എന്ത് ചെയ്യുന്നില്ല, മറ്റുള്ള കീടങ്ങളെയും അതുപോലെ തന്നെ എന്താണ് ഫ്രൂട്ട്സും അതുപോലെ മറ്റുള്ള വിത്തുകളൊന്നും എന്തില്ല, ധാന്യമണികളൊന്നും അവനൊന്നും ഇഷ്ടമില്ല. ചിതലുകൾ കഴിക്കുക എന്നുള്ള ആ ഒരു ഇഷ്ടം അവനിൽ എന്താണ് ഉണ്ടായിക്കൊണ്ടേയിരുന്നു അല്ലെ. അവൻ്റെ മനസ്സിൽ എപ്പോൾ നോക്കിയാലും എന്താണ്, ചിതല് എന്നുള്ള ആ ഒരു കാര്യം മാത്രമേ അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ്, അവൻ്റെ നിലനിൽപ്പിന് എന്താണ്, ഒരിക്കലും എന്തല്ല അല്ലേ. നമ്മളെന്താണ് അച്ഛൻ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, മറ്റുള്ളവരൊന്നും പറഞ്ഞിട്ട് കേൾക്കാതെ എന്താണ് അവൻ്റെ യാത്ര ഇങ്ങനെ മുന്നോട്ട് ഗമിക്കുകയാണ് അല്ലേ, മുന്നോട്ട് ഗമിക്കുകയാണ് ആ യാത്രകൾ അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ആ യാത്രയിൽ എപ്പോഴും എന്താണ് തടസ്സങ്ങൾ ഉണ്ടായേക്കാം അല്ലേ. എന്താണ് കാരണം, ഇവിടെ അച്ഛനെയോ മറ്റുള്ളവരൊക്കെ പറഞ്ഞതൊന്നും കേൾക്കാതെ അവന് അഹങ്കാരത്തോടു കൂടെ നടക്കുകയാണ് അല്ലേ. നമ്മൾ നോക്കുക എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. लेकिन ऐसा कई दिनों तक चलता. उसके पंखों की संख्या लगातार गिरती चली गई. अब वह ऊंचाइयों पर अपने संतुलन साध नहीं सकता था. न बहुत समय तक पंख उसे सहारा दे सकते थे. आकाश यात्रा के दौरान उसे जल्दी जल्दी पहाड़ी चट्टानों, पेड़ की चोटियों, गुंबदों और बुर्जों पर हाँफते हुए बैठ जाना पड़ता. उसके परिवार वाले तथा मित्र ऊंचाइयों पर तैरते हुए आगे बढ़ जाते. वह पिछड़ जाता, फिर भी दीपकों गाने का उसका शौक कम नहीं हुआ. दीपकों के लिए गाड़ी वाले को वह अपने पंख तोड़ तोड़ कर देता रहा. देखिए, लेकिन ऐसा कई दिनों तक चलता रहा. ले कई दिनों तक, कई का मतलब क्या था, कई कितना का मतलब बताइए, कितना. यस, അവന് എത്ര അല്ലേ, അവന് എത്ര എന്നതാണ് കൈ. കൈ കാ മീനിങ് കിतना, എത്ര എന്നുള്ള അർത്ഥമാണ്. കൈ ദിനോ തക്ക് ചൽത്താ രഹ, എത്ര ദിവസങ്ങൾ വരെ എന്ത് ചെയ്തു, ചൽത്താ രഹ, അത് നടന്നുകൊണ്ടേയിരുന്നു. എന്ത് നടക്കുക, ഈ പ്രവണത അല്ലേ, ഒരു തൂവല് കൊടുക്കുക, 2 ചിതലിനെ വാങ്ങുക, ഒരു തൂവല് കൊടുക്കുക, 2 ചിതല് വാങ്ങുക, അങ്ങനെയുള്ള പ്രവൃത്തി എന്താണ്, എത്ര ദിവസം വരെ ചൽത്താ രഹ നടന്നുകൊണ്ടേയിരുന്നു. उसके पंखों की संख्या लगातार घटती चली गई. उसके पंखों की संख्या ले, चिड़िया की पंखों की संख्या, ആ പക്ഷിയുടെ പങ്ക് പെത അല്ലേ, തൂവൽ അല്ലേ, ആ തൂവലുകളുടെ സംഖ്യ, എണ്ണം അല്ലേ, സംഖ്യ, അതിന്റെ എണ്ണം എന്ത് ചെയ്തു, ലഗാതാർ ഘട്ടി ചലിവേ, ലഗാതാർ കണ്ടിന്യൂസ് ആയിട്ട് അല്ലേ, ലഗാതാർ കണ്ടിന്യൂസ് തുടർച്ചയായിട്ട് എന്ത് ഘടന കുറഞ്ഞുകൊണ്ടേയിരിക്കുക അല്ലേ, അതിന്റെ എണ്ണം എന്ത് ചെയ്തു, കറക്റ്റ് കുറഞ്ഞുകൊണ്ടേയിരുന്നു അല്ലേ. ഓക്കെ അല്ലെ. അപ്പൊ നമ്മൾക്കറിയാം നമ്മുടെ കയ്യിൽ എന്താണ്, ഒരു 10 മിഠായി ഉണ്ട് അല്ലേ, ഇന്ന് 2 മിഠായി കൊടുത്തു, നാളെ 2 മിഠായി കൊടുത്തു, മറ്റന്നാൾ അങ്ങനെ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലുള്ള മിഠായി കുറയും അല്ലേ. അതുപോലെ എന്ത് ചെയ്യുന്നു, പക്ഷിയുടെ തൂവൽ എന്ത് ചെയ്യുന്നു, ഓരോ ദിവസം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരുന്നു. അതാണ് പറയുന്നത്, സംഖ്യ കെടുത്തി ചലികയും അല്ലേ, അതിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരുന്നു. അബുവാഹ, ഇപ്പോൾ അതെന്ത് ചെയ്യുന്നു, ഊഞ്ചായിയോപ്പ അല്ലേ, ഊഞ്ചായി ഐറ്റില് അല്ലേ, ഊഞ്ചായിയോപ്പ അല്ലേ, ഉയരങ്ങളില്. അപ്പന സന്തുലൻ സാധന ഈ സക്ത, അപ്പന സന്തുലൻ
തൻ്റെ സന്തുലൻ, തൻ്റെ ബാലൻസ് അല്ലേ, സന്തുലിതാവസ്ഥ എന്ത് ചെയ്യുന്നില്ല, സാധുനേഹി സക്ത, ഇന്ന് അവന് സാധ്യമല്ല, സാധുനേഹി സക്ത, അവന് ഇന്ന് അവൻ്റെ എന്താണ്, അവൻ്റെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല അല്ലേ, കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല അവൻ്റെ ശരീരം അല്ലേ, സാധ്യമല്ല എന്നാണ് പറയുന്നത്. സാധുനേഹി സക്ത ബൗദ്ധ സമയത്തൊക്കെ പങ്കുസെ സഹാര ദേ സക്ത, ബൗദ്ധ സമയത്തൊക്കെ അവനെന്താണ് കുറേ സമയം വരെയും സാധിക്കുന്നില്ല. തക്ക് പങ്കുസെ സഹാര ദേ സക്ത, പങ്ക് തൂവലുകൾ എന്ത് ചെയ്യുന്നില്ല, സഹാര ദേ സക്ത, സഹാര ഹെൽപ്പ് ചെയ്യാൻ അവനെന്ത് ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. ഇന്ന് അവനെന്ത് ചെയ്യുന്നില്ല, തൂവലുകൾ എന്ത് ചെയ്യുന്നു, അവന് കൂടുതൽ സമയം എന്ത് ചെയ്യുന്നില്ല, പറക്കാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല അല്ലേ അവന്. കാര്യം എന്താണ്, തൂവലുകളുടെ എണ്ണം കുറഞ്ഞു പോയി അല്ലേ, അതാണ് പറയുന്നത്. അവന് എന്ത് ചെയ്യുന്നില്ല, ഇന്ന് അവന് പറക്കാൻ സമയം ബാലൻസ് ക്ലിയർ ചെയ്യുന്നില്ല അല്ലേ. പക്ഷിയുടെ എന്താണ്, ഒരു ഭാഗത്ത് കുറേ തൂവലും മറ്റേ ഭാഗത്ത് ഇല്ലാതെ ഒരു ഭാഗത്ത് ഇങ്ങനെ തൂങ്ങിപ്പോകും അല്ലേ. അപ്പൊ രണ്ട് ഭാഗം എന്താണ് കറക്റ്റായിട്ട് പറക്കാൻ ഇന്ന് അവന് കഴിയുന്നില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ओके, आकाश यात्रा के दौरान उसे जल्दी जल्दी पहाड़ी चट्टानों, पेड़ों की चोटियों, गुंबदों और बुर्जों को हाँकते हुए बैठ जाना पड़ता. ओके, आकाश यात्रा के दौरान बिटवीन इടയിൽ, ആകാശ യാത്രയ്ക്ക് ദൗരാൻ അവനെന്താണ് ആകാശ യാത്രക്കിടയിൽ അല്ലേ, അവനായ ആകാശ യാത്രക്കിടയിൽ എന്ത് ചെയ്യുന്നു, ആകാശ യാത്രയ്ക്ക് ദൗരാൻ ആകാശ യാത്രക്കിടയിൽ ഉസെ അവനെന്ത് ചെയ്യുന്നു, ജൽദി 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 അല്ലേ, സഡൻലി പെട്ടെന്ന് ജൽദി ജൽദി വളരെ വേഗം എന്ത് ചെയ്യുന്നു, പഹാടി ചട്ടാനോ, പഹാടി ചട്ടാനോ, പഹാഡ് കാ മതലബ് ക്യാ, പഹാഡ് മൗണ്ടൻ അല്ലേ, പർവ്വതം, പഹാടി ചട്ടാനോ അല്ലേ, പർവ്വതത്തിന്റെ എന്ത് ചെയ്യുന്നു, വലിയ വലിയ പർവ്വതം, ചട്ടാൻ, ചട്ടാൻ റോക്ക് അല്ലേ, ചട്ടാൻ റോക്ക് പാറകൾ. സ്റ്റോണിന് എന്ന് പറയുന്നില്ലേ, സ്റ്റോണിന് പത്ത അല്ലേ, സ്റ്റോണ് പത്ത, ചട്ടാൻ റോക്ക് പാറകൾ അല്ലേ, പഹാടി ചട്ടാനോ പർവ്വതത്തിൻ്റെ പാറകളിലെ വലിയ പർവ്വതങ്ങളിലെ പാറകളിലും അതുപോലെ തന്നെ ചട്ടാനോ, പേടോക്കി ചോട്ടിയോ അല്ലേ, പേടോക്കി ചോട്ടിയോ, പേട് ട്രീ അല്ലേ, മരം കൊണ്ട് എന്താണ് ചോട്ടി, ചോട്ടി എന്ന അഗ്രഭാഗത്ത് തലപ്പത്ത് നമ്മുടെ തുഞ്ചത്ത് എന്നൊക്കെ പറയുന്ന മരത്തിന്റെ അറ്റത്ത് അഗ്രഭാഗത്തും എന്ത് ചെയ്യുന്നു, പേടോക്കി ചോട്ടിയോ അല്ലേ, മരത്തിന്റെ അഗ്രഭാഗങ്ങളിലും കുബന്തോ ഗുർജോ, കുബന്ത് കുബന്ത് ഗോപുരങ്ങൾ അല്ലേ, ഗോപുരങ്ങൾ, കുബന്തിലേക്ക് കുബന്ത് ഗോപുരങ്ങൾ കണ്ടിട്ടില്ലേ, ഈ പള്ളികൾക്കും അതുപോലെ ടെമ്പിളിനൊക്കെ എന്താകുന്ന ഗോപുരങ്ങൾ, നമ്മുടെ മിനാരങ്ങളൊക്കെ പറയില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. കുബന്തോ ബുർജോ, ബുർജ് ഉദ്ദേശിക്കുന്ന തന്നെ ബുർജ് ഖലീഫയൊക്കെ കേട്ടിട്ടില്ല, ബുർജ്, മിനാരങ്ങള്, താഴികക്കുടങ്ങള്, ഗോപുരങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. കുബന്തോ ബുർജോ അല്ലേ, കുബന്ത് മിനാരങ്ങളിലും അതുപോലെ താഴികക്കുടങ്ങളിലും ഒക്കെ എന്ത് ചെയ്യുന്നു, ഹാംത ബൈറ്റ് ജാനപ്പെടുത്ത, കിതച്ചുകൊണ്ട് ആമത്തെ ഉയ്യ ബൈറ്റ് ജാനകർത്ത, കിതച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവിടെ വന്നിരിക്കുന്നു അല്ലേ. അറിയാം അല്ലേ, ഇപ്പൊ പള്ളികള് മിനാരങ്ങൾ അല്ലേ, മിനാരങ്ങൾ പള്ളികൾക്കൊക്കെ എന്തിനാ, അതിനെ പള്ളി ഉണ്ട് എന്ന അടയാളത്തിന് വേണ്ടിയിട്ടില്ലേ, അതെന്താണ് പള്ളിയേക്കാളും ഭയങ്കര ഹൈറ്റ് ആയിട്ടുണ്ടാവില്ലേ. അപ്പൊ അത് ദൂരെ പറക്കുന്ന സമയം പൊങ്ങി നിൽക്കുന്ന മരങ്ങളുടെ ആഗ്രഹങ്ങളിൽ അതുപോലെ പർവ്വതത്തിന്റെ ഉയർന്ന ഉച്ചിയിലൊക്കെ എന്ത് ചെയ്യുന്നു, അത് വന്നിരിക്കുന്നു അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള വാഹനം കിതച്ചുകൊണ്ട് വന്നിരിക്കുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. उसके परिवार वाले तथा मित्रों ऊंचाई पर करते हुए आगे बढ़ जाते हैं. ഉൻകെ പരിവാർ വാല, അവന്റെ ഫാമിലികൾ അല്ലേ, അവന്റെ കുടുംബങ്ങളായിട്ടല്ലേ, അച്ഛനും മിത്രങ്ങളും എല്ലാവരും കൂടെ ഒക്കെ ആയിട്ടാണ് പറക്കലല്ലേ, അവന്റെ കുടുംബങ്ങളും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, തഥാ അതുപോലെ തന്നെ മിത്ര, അവന്റെ ഫ്രണ്ട്സുകളൊക്കെ എന്ത് ചെയ്യുന്നു, ഊജായോ അല്ലേ, വളരെ ഉയരങ്ങളിൽ എന്ത് ചെയ്യുന്നു, താഴത്തെ ആകെ പറഞ്ഞാത്തെ, താഴ്ന്ന നീന്തി തുടിക്കുക, പറന്നുല്ലസിക്കുക, അവരെന്ത് ചെയ്യുന്നു, വളരെ ഉഷാറായിട്ട് പറന്നുകൊണ്ടേയിരിക്കുന്നു. അവന്റെ ഫ്രണ്ട്സും കുടുംബങ്ങളൊക്കെ, അവര് മാത്രം എന്ത് ചെയ്യുന്നു, കുറച്ച് പറക്കും കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നു, വീണ്ടും പറക്കും വെച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് അവന് കാണാൻ പറ്റുന്നത്. അപ്പോൾ ബൗദ്ധ പിച്ചടി ചാത്ത, പറക്കുന്ന സമയം എന്ത് ചെയ്യുന്നു, ബൗദ്ധ പിച്ചടി ചാത്ത അവൻ വളരെ പിറകോട്ടായി മാറുന്നു അല്ലേ. എല്ലാവരും ഉഷാറായി പറക്കുമ്പോൾ അവന് മാത്രം ബാക്കിൽ തോറ്റ് ബാക്കിലായിട്ട് വരുന്നു. ഫിർബി എന്നിട്ടും എന്ത് ചെയ്യുന്നു, ധീമൽ ഗാനേക്ക ഉസ്കാ ഷൗക്ക് കം നെയ്യുക അല്ലേ, ആ ചിതറി തിന്നാനുള്ള അവന്റെ ഷൗക്ക്, പ്രിയ എന്ത് ചെയ്യുന്നില്ല, ഒട്ടും തന്നെ കുറയുന്നില്ല. അവർക്ക് അപ്പോൾ എന്താണ്, ഒരു ഭാഗത്ത് അവൻ ചാത്താനും വേണ്ടില്ല എന്ന് വിചാരിച്ച് അവൻ എന്ത് ചെയ്യുന്നു, ആ ചിതറിന്റെ കൂടെ അങ്ങനെ പോവുകയാണ്, തിന്നാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ദീപകോ കേലിയെ ഗാഡി വാലേക്കോ അപ്പനെ പങ്ക് തോടുക്കർ ദേത്താ രഹ അല്ലെ, ദീപകോ കേലിയെ അല്ലെ, ആ ചിതറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഗാഡി വാലാക്കോ വണ്ടിക്കാരൻ എന്ത് ചെയ്തു, ആടി വാലാക്കോ വഹ
അപ്പനെ പങ്ക് തോടുത്ത് കൊടുക്കുക. അവൻ എന്ത് ചെയ്തു? അവന്റെ പങ്ക് തോടുത്ത് കൊടുക്കുക. അവന്റെ തൂവലുകൾ എന്ത് ചെയ്തു? തോടുത്ത് കൊടുക്കുക. പൊട്ടിച്ചിട്ട് എന്ത് ചെയ്തു? ദേത്താരാഹ നരക്കിക്കൊണ്ടേയിരുന്നു അല്ലേ? അവന്റെ തൂവലുകൾ പൊട്ടിച്ച് എന്ത് ചെയ്തു? നരക്കിക്കൊണ്ടേയിരുന്നു അല്ലേ? അവന് ഒന്നും തന്നെ മൈൻഡ് ചെയ്താതെ അവന് പൊട്ടിച്ചുകൊണ്ടേയിരുന്നു തൂവലുകൾ. മനസ്സിലായില്ലേ? ഓക്കെ, വേണമെങ്കിൽ ഒന്നും കൂടെ അതിന്റെ മീനിങ്സ് മാത്രം പറയാം. അങ്ങനെ എന്ത് ചെയ്തു? ഈ തൂവലുകൾ കൊടുത്തിട്ട് ചിതലുകൾ വാങ്ങുക എന്നുള്ള എന്ത് ചെയ്യുന്നു? കൈ ദിനോന്തൊക്കെ കുറെ ദിവസങ്ങൾ വരെ അത് തുടർന്നു കൊണ്ടേയിരുന്നു അല്ലെ? അവന്റെ ചിറകുകളുടെ തൂവലുകളുടെ എണ്ണം എന്ത് ചെയ്തു? കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തു? കുറഞ്ഞുകൊണ്ടേയിരുന്നു അല്ലെ? ഇന്ന് അവൻ എന്ത് ചെയ്യുന്നില്ല? ഉയരങ്ങളിൽ പറക്കാൻ എന്ത് ചെയ്യുന്നു? ഉയരങ്ങളിൽ പറക്കുന്ന സമയം എന്ത് ചെയ്യുന്നു? അവന്റെ ബാലൻസ് എന്ത് ചെയ്യുന്നില്ല? അവന് ക്ലിയർ ചെയ്യാൻ കഴിയുന്നില്ല അല്ലെ? അവന്റെ സന്തുലിതാവസ്ഥ ബാലൻസ് എന്ത് ചെയ്യുന്നില്ല? ഒട്ടും തന്നെ ക്ലിയർ ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല അല്ലെ? കൂടുതൽ സമയം കഴിയുന്നില്ല. അങ്ങനെ ആകാശയാത്രക്കിടയിൽ അല്ലെ അവനെന്ത് ചെയ്യുന്നു? ആകാശയാത്രക്കിടയിൽ എന്ത് ചെയ്യുന്നു? അവനെന്ത് ചെയ്യുന്നു? പറക്കുന്ന ഇടയിൽ ക്ഷീണിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? വലിയ പർവ്വതത്തിന്റെ പാറക്കെട്ടുകളിലും അതുപോലെ തന്നെ വലിയ മരങ്ങളുടെ എന്ത് ചെയ്യുന്നു? ഉയരങ്ങളിലുള്ള ബ്രാഞ്ചുകളിലും കൊമ്പുകളിലും അതുപോലെ തന്നെ ഭൂഗന്ധ മിനാരങ്ങളിലും ഗോപുരങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു? അവന് കിതച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? വന്നിരിക്കുന്ന സിറ്റുവേഷനാണ് കാണുന്നത്. അവന് വന്നിരുന്നു. അവന്റെ കുടുംബക്കാരും അതുപോലെ തന്നെ അവന്റെ ഫ്രണ്ട്സുകളും ഒക്കെ എന്താണ് ഭയങ്കര ഉയരങ്ങളിൽ എന്താണ് നീന്തി തുടിക്കുന്നു, പറന്ന് ഉല്ലസിക്കുന്നതായിട്ട് അവന് കാണുന്നു അല്ലെ? അവന് മാത്രം എന്ത് ചെയ്യുന്നു? അവരെ കൂടെ പറക്കാൻ കഴിയാതെ ബാക്കിൽ ഇങ്ങനെ തോറ്റ് ഇങ്ങനെ വരികയാണ്. എന്നിട്ടും എന്താണ് അവനിൽ എന്താണ് ചിതല് കഴിക്കാനുള്ള പ്രിയം, ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ എന്ത് ചെയ്യുന്നില്ല? കുറഞ്ഞില്ല അല്ലെ? അവനിൽ കുറഞ്ഞില്ല. അവന് ഒട്ടും തന്നെ കുറഞ്ഞില്ല ദീപക് അല്ലെ? ചിതല് കഴിക്കാനുള്ള. അങ്ങനെ അവനെന്ത് ചെയ്യുന്നു? ദീപകൊക്കെ ചിതലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഗാഡിവാലയ്ക്ക് എന്ത് ചെയ്യുന്നു? തൂവലുകൾ ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു അല്ലെ? അവന്റെ ജീവിതത്തിൽ ഒരിക്കലും എന്ത് ചെയ്തില്ല? അവനത് മാറ്റിയില്ല. ആരും പറഞ്ഞതൊന്നും കേൾക്കാതെ അവൻ രീതിയിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ അത്ര മതി കേട്ടാ. ഓക്കെ, ഈ പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? അതുപോലെ അത് നന്നായിട്ട് മനസ്സിലാക്കുക. ഇന്നത്തെ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ പേജ് നമ്പർ 19 ക്വസ്റ്റ്യൻ കണ്ടില്ലേ? പക്ഷി അപ്പനെ പങ്ക് തേക്കർ ദീപകോൻ ലേത്താഹെ. പക്ഷി എന്ത് ചെയ്യുന്നു? തന്റെ തൂവലുകൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ആർക്ക് കൊടുക്കുന്നു? തൂവലുകളുമായിട്ട് ദീപക് ലേത്താഹെ, ചിതലുകൾ വാങ്ങിക്കുന്നു അല്ലെ? പക്ഷിക്ക കോൺസ മനോഭാവം പ്രകടമാത്താൻ. ഇവിടെ പക്ഷിയുടെ എന്ത് മനോഭാവമാണ് ഇവിടെ നമുക്ക് പ്രകടമാകുന്നത് അല്ലെ? അതാണ് ചോദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 20 നോക്ക്. പേജ് നമ്പർ 20 ദീപക അമാര സ്വാഭാവിക ആഹാർ നെയ്യേ. ദീപക ചിതലുകൾ എന്തല്ല? അമാര സ്വാഭാവിക ആഹാർ നെയ്യേ, നമ്മുടെ എന്തല്ല ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ആഹാരമല്ല. അത് ഉൻകേരിയെ അതിന് വേണ്ടിയിട്ട് എന്താ അപ്പനെ പങ്കുത്തോ അർത്തി സ്നേഹിക്കാൻ സ്ഥലത്തെ തന്റെ തൂവലുകൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഒരിക്കലും എന്ത് ചെയ്ത് പറിച്ച് ഒഴിവാക്കരുത് അല്ലെ? ഈ കഥയ്ക്ക് ആധാർപ്പ ഈ കഥൻ, ഈ വാക്കിനെ, കഥൻ എന്നാ മേടിച്ച വാക്ക് ശബ്ദം, ഈ വാക്കിനെ ആധാരമാക്കിയിട്ട് എന്ത് ചെയ്യുക? വർത്തമാന സന്തുലിത വിശ്ലേഷണക്കാരെ ഇന്നത്തെ സിറ്റുവേഷനുമായിട്ട് എന്ത് ചെയ്യുക? അപഗ്രഥിക്കാൻ, ഇന്നത്തെ സിറ്റുവേഷനുമായിട്ട് പങ്കെടുത്ത് ചെയ്ത്. ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെയാണ് അല്ലേ? പരസ്യങ്ങളുടെ മുന്നിൽ പോയിട്ട്, പരസ്യങ്ങൾക്ക് പിറകിൽ പോയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയിട്ട് നമ്മളെ നശിപ്പിക്കുക അല്ലേ? നല്ല ഇലക്ട്രോണിലെ മുടി വളരാനുള്ള വല്ല ഇതൊക്കെ എണ്ണകളൊക്കെ പരസ്യങ്ങൾ കണ്ടിട്ട് അത് വാങ്ങി തീർക്കുക അല്ലേ? ഒരു സമയം വരും, പിന്നെ ആ മുടികളൊക്കെ കൊഴിഞ്ഞു പോകും അല്ലേ? അല്ലെങ്കിൽ അതുപോലെ എന്താണ് പല ഫുഡിന്റെ പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് പോവുക അല്ലേ? പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക? വല്ല ക്യാൻസർ രോഗികളും അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് മാറും അല്ലേ? അങ്ങനെയുള്ളൊരു കാര്യത്തിന്റെ കൂടെ പോവുക. അതാണ് ഇന്നത്തെ സമൂഹവുമായിട്ട് എന്ത് ചെയ്യുക? ബന്ധിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക? അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക? വർത്തമാന വിശ്ലേഷണക്കാരെ അതിനെക്കുറിച്ച് അപഗ്രഥിക്കുക. ഒരു വിശദീകരിച്ച് 1-2 പാരഗ്രാഫ് അത് എഴുതേണ്ടി വരും കേട്ടോ. ആ രീതിയിൽ ഈ 2 വർക്കുകളും ഇന്ന് തന്നെ എന്ത് ചെയ്യുക? ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യുക? സെൻഡ് ചെയ്തിട്ട്. ഓക്കെ, അടുത്ത ക്ലാസ് അല്ലെ? അടുത്ത ആഴ്ചയിലൊക്കെ ആയിട്ട് നമുക്ക് അല്ലെ പെരുന്നാളിന്റെ ശേഷം അല്ലെങ്കിൽ ഓഗസ്റ്റ് 1 ഒക്കെ ആയിട്ട് നമുക്ക് എന്താണ് ചെറിയൊരു ഇതിന്റെ 2 ചാപ്റ്ററിന്റെ ഒരു ടെസ്റ്റ് ഉണ്ടാവും. ഒരു എക്സാം എന്ന് പറയുന്നില്ല, എക്സാം അല്ല, നിങ്ങൾ എത്രത്തോളം ഈ ഓൺലൈൻ ക്ലാസ് ശ്രദ്ധിച്ചു പഠിച്ചു എന്നുള്ള രീതിയിൽ. തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം? 2 ചാപ്റ്റർ 3 ചാപ്റ്റർ അല്ലെ എടുത്തു. അവിടെ 2 ചാപ്റ്റർ പുൽബരീതി മാമു അതുപോലെ TV പഠിക്കല, ആ 2 പാഠഭാഗങ്ങളും നന്നായിട്ട് പഠിക്കുക. അതിൽ നിന്ന് ഒരു 20 അല്ലെങ്കിൽ 25 മാർക്സിന് അല്ലെ, അല്ലെങ്കിൽ 20 അല്ലെ, ആ ഒരു രീതിയിൽ എന്ത് ചെയ്യും? ഒരു ചെറിയൊരു ടെസ്റ്റ് അല്ലേ? നിങ്ങളിപ്പോൾ ഓൺലൈൻ ക്ലാസ് കേൾക്കുന്നു, സെൻഡ് ചെയ്യുമ്പോൾ ആൻസറുകളൊക്കെ സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ട് മാത്രമായില്ലല്ലോ. അപ്പോൾ നമ്മളപ്പോൾ നന്നായി പഠിക്കും കൂടെ വേണം അല്ലേ? അത് എത്രത്തോളം നിങ്ങൾ പഠിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു?
ഒരു ടെസ്റ്റ്, ഒരു ചെറിയൊരു ടെസ്റ്റ് അല്ലേ, ആ ഒരു രീതിയിൽ ഇത് പരീക്ഷയല്ല, ഒരു ടെസ്റ്റായിട്ട് നിങ്ങളൊന്ന് അളക്കാൻ, എനിക്കൊന്ന് നിങ്ങൾ അളക്കാൻ എത്രത്തോളം നിങ്ങൾ ഈ ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു ചെറിയൊരു 20 മാർക്കിന് ഒരു അസസ്മെൻറ്റ് നിങ്ങളെ നടത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 2 ചാപ്റ്റേഴ്സ് നടക്കുക, അതിൽ 1 വേർഡുകൾ ഉണ്ടാവും, അതുപോലെ ചെറിയ ഇതൊക്കെ ആയിട്ടുള്ള രീതികളുണ്ടാവും അല്ലേ. അപ്പോൾ പാഠഭാഗങ്ങൾ കറക്റ്റായിട്ട് വായിക്കുക, നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യുക അല്ലേ. അതുപോലെ പഠിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ശേഷം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന പാഠഭാഗങ്ങളും വൈകാതെ തന്നെ ഞാനൊരു ചെറിയൊരു ടെസ്റ്റ് നടത്തും. ആ രീതിയിൽ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക്ക് അല്ലേ. അഡ്വാൻസ് ആയിട്ട് ഞാൻ പെരുന്നാൾ ആശംസകളൊക്കെ നേരെയാണ്. ഓക്കെ, ധന്യവാദ്.